മകരവിളക്ക് ദർശനത്തിന്റെ പുണ്യം തേടി പരുന്തുംപാറയിലെത്തിയത് ആയിരങ്ങൾ. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുമ്പോൾ മകരജ്യോതി ദർശിക്കാൻ പരുന്തുംപാറയിലെത്തിയത് ആയിരങ്ങൾ. ഇതര സംസ്ഥാനത്ത് നിന്നും അയ്യപ്പ ഭക്തരടക്കം ഇന്ന് ഉച്ച മുതൽ തന്നെ പരുന്തുംപാറയിൽ എത്തിച്ചേർന്നിരുന്നു. 6:45 വരെ അക്ഷമയോടെ അവർ കാത്തിരുന്നത് അയ്യന്റെ മകരജ്യോതി കാണാനും സായുജ്യമടയാനുമാണ്. പരുന്തുംപാറയിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിൽ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളുടെ ഏകോപനത്തോടെ നടപ്പിലാക്കിയിരുന്നു. പരുന്തുംപാറയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് 50-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അഗ്നിരക്ഷാസേനയുടെ ഒരു യൂണിറ്റ് പരുന്തുംപാറയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി രമേശ് പ്രതികരിക്കുന്നു. പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ ഒരു പരിപാടിയാണ് 2026 ജനുവരി 14-ാം തീയതി മകരജ്യോതി കാണാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ പഞ്ചായത്തിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഒരു 1500-ൽ 2000-ൽ പരം ആൾക്കാരാണ് ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുടിവെള്ളം ആദ്യമായിട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെളിച്ചം, ലൈറ്റുകൾ കൂടുതൽ സ്ഥാപിച്ചുകൊണ്ട് വെളിച്ചത്തിന്റെ ഭാഗമായിട്ട് ലൈറ്റുകൾ കൂടുതൽ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ശരിക്കും നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം റൈറ്റ് സൈഡിലായിട്ട് ഇറങ്ങിപ്പോകുന്ന ആ ഭാഗത്ത് റോഡിന്റെ ഇരുവശമായിട്ട് കുഴികളാണ്. അപ്പം അതിലോട്ട് വണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് അവർക്ക് അടി തെറ്റുന്നുണ്ടെന്നുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് റോഡിന്റെ ഇരുവശത്തായിട്ട് നമുക്ക് മണ്ണുകളും മക്കും ഇട്ട് നിരത്തി കൊടുത്തുകൊണ്ട് ഇപ്പൊ ട്രാഫിക് നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 കിലോമീറ്റർ കല്ലാർകാവലം മുതൽ പരുന്തുംപാറ വരെയുള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്ക് 5 കിലോമീറ്റർ ഭാഗത്തോട്ട് റോഡിന്റെ ഇരുവശത്തായിട്ടുള്ള കാടുകൾ നമുക്ക് വെട്ടിമാറ്റാൻ സാധിച്ചിട്ടുണ്ട്. നടപ്പാതയായിട്ട് വരുന്ന കാനനപാതയായിട്ട് നടന്നു വരുന്ന ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് അത് ഒരുക്കി കൊടുത്തത്. പിന്നെ ഇന്നലെ മുതൽ തന്നെ ഇവിടെ ഫയർഫോഴ്സിന്റെ ഒരു ടീം ഇന്നലെ മുതൽ എത്തിയിട്ടുണ്ട്. അവർക്കുള്ള വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇവിടെ പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ആരോഗ്യവകുപ്പിന്റെ ഒരു ടീമുണ്ട്. പോലീസ് ആവശ്യത്തിൽ അധികമുള്ള പോലീസുകാർ നമുക്ക് എന്തായാലും ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണെങ്കിൽ IG സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം പരുന്തുംപാറ സന്ദർശിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ വിലയിരുത്തലുമായിട്ട് ഇന്നലെ അവർ കണ്ടേച്ചു പോയിട്ടുണ്ട്. അപ്പൊ മാക്സിമം കാര്യങ്ങൾ നമുക്ക് ഈ ഭരണസമിതിക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ അടുത്ത വർഷമൊക്കെ ആണെങ്കിലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സന്നദ്ധ സംഘടനകളെ കൂടുതൽ ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് കൂടി ആലോചിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും ഇവിടെ എത്തുന്ന മുഴുവൻ നമ്മുടെ പീരുമേട്ടിലെ പഞ്ചായത്തിലെ അടക്കം മുഴുവൻ പേർക്കും ഇവിടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിയ മുഴുവൻ പേർക്കും ഭക്തന്മാർക്ക് അടക്കമുള്ളവർക്ക് മകരജ്യോതിയുടെ പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള മകരജ്യോതിയുടെ ആശംസകൾ നേരും. അയ്യപ്പനെ കണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ അയ്യപ്പനെ അയ്യപ്പനെ കാണാൻ ആ നിരവിളക്കുകൾക്ക് പിന്നിലായി വർണ്ണപ്പുറയിൽ തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പനെ കണ്ടു തൊഴാനായി കാത്തിരിക്കുന്ന സ്വയം നിയന്ത്രിച്ച് മാലയണിഞ്ഞ് വ്രതമെടുത്ത് ഇപ്പോഴും ഈ കാലത്തും വ്രതമെടുക്കുന്ന എത്രയോ അയ്യപ്പൻ പരുന്തുംപാറയിൽ മകരജ്യോതി ദർശിക്കാനെത്തിയ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്കും സഞ്ചാരികൾക്കും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിൽ പോലീസ്, അഗ്നിരക്ഷാസേന, റവന്യൂ വകുപ്പിന്റെയും കേരള വാട്ടർ അതോറിറ്റിയുടെയും ഏകോപനത്തോടെ ത്രിതല പഞ്ചായത്തുകൾക്ക് കഴിഞ്ഞതായി പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. വരും വർഷങ്ങളിൽ പരുന്തുംപാറയിൽ മകരജ്യോതി കാണാനെത്തുന്ന അയ്യപ്പ ഭക്തർക്കും സഞ്ചാരികൾക്കും കൂടുതൽ സൗകര്യമൊരുക്കാൻ എല്ലാവിധ ഇടപെടലും നടത്തുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.